നമ്മൾ ഇതുവരെ ചെയ്തത് ഐ എന്നുള്ള സബ്ജക്റ്റിനോട് അഥവാ നമ്മളെക്കുറിച്ച് പറയാനായിട്ട് ഒരു വെബ് അഥവാ ക്രിയാപദം പഠിക്കുക എന്നുള്ള വെബ് വെച്ചുകൊണ്ട് 4 ആശയങ്ങൾ ചെയ്യാനാണ് നമ്മൾ പഠിച്ചത്. അതിൽ ഒന്നാമത്തത് ഒരു പ്രവൃത്തി ചെയ്യാറുണ്ട്, രണ്ടാമത്തത് ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മൂന്നാമത്തത് ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ട് അഥവാ ചെയ്ത് കഴിഞ്ഞതേ ഉള്ളൂ, നാലാമത്തത് ഒരു പ്രവൃത്തി ചെയ്തു വരികയാണ്. അപ്പോൾ നമുക്കൊന്നുകൂടെ ആവർത്തിച്ച് നോക്കാം. ഞാൻ പഠിക്കാറുണ്ട്, ഐ സ്റ്റഡി. ഞാൻ ഇംഗ്ലീഷ് പഠിക്കാറുണ്ട്, ഐ സ്റ്റഡി ഇംഗ്ലീഷ്. ഞാൻ എൻ്റെ കൂട്ടുകാരോടൊപ്പം ഇംഗ്ലീഷ് പഠിക്കാറുണ്ട്, ഐ സ്റ്റഡി ഇംഗ്ലീഷ് വിത്ത് മൈ ഫ്രണ്ട്സ്. ഞാൻ എല്ലാ ദിവസങ്ങളിലും എൻ്റെ കൂട്ടുകാരോടൊപ്പം ഇംഗ്ലീഷ് പഠിക്കാറുണ്ട്, എവറി ഡേ ഐ സ്റ്റഡി ഇംഗ്ലീഷ് വിത്ത് മൈ ഫ്രണ്ട്സ്. ഇതിനെ നമുക്ക് കുറച്ചും കൂടെ വാചകങ്ങളാക്കി മറ്റ് ക്രിയാപദങ്ങൾ അഥവാ വെർബുകളുടെ എക്സാമ്പിൾസ് ചേർത്തൊന്ന് ഇന്ന് തന്നെ ഒന്ന് പഠിച്ചു തുടങ്ങാം. അപ്പോൾ ഇത് എഴുതിയെടുത്ത് സ്വയം പ്രാക്ടീസ് ചെയ്യുക, വീണ്ടും വീണ്ടും പറഞ്ഞ് ശ്രമിക്കുക, എഴുതി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് വാക്കുകളിടുക. അപ്പോൾ പഠിക്കുക സ്റ്റഡി, കളിക്കുക പ്ലേ, സഹായിക്കുക ഹെൽപ്പ്, നടക്കുക വാക്ക്, വിളിക്കുക കോൾ, പോവുക ഗോ, വരിക കം, ഉറങ്ങുക സ്ലീപ്പ്, എഴുതുക റൈറ്റ്, വായിക്കുക റീഡ്, തുറക്കുക ഓപ്പൺ, അടയ്ക്കുക ക്ലോസ്. അപ്പോൾ നമുക്കിതൊരു 10 വെബിനൊന്ന് ആശയങ്ങളാക്കാൻ നോക്കാം. അപ്പോൾ പഠിക്കുക സ്റ്റഡി. ഞാൻ പഠിക്കാറുണ്ട്, ഐ സ്റ്റഡി. അങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കാറുണ്ട്, ഐ പ്ലേ. ഞാൻ സഹായിക്കാറുണ്ട്, ഐ ഹെൽപ്പ്. ഞാൻ നടക്കാറുണ്ട്, ഐ വാക്ക്. ഞാൻ വിളിക്കാറുണ്ട്, ഐ കോൾ. ഞാൻ പോകാറുണ്ട്, ഐ ഗോ. ഞാൻ വാങ്ങാറുണ്ട്, ഐ ബൈ. ഞാൻ വിൽക്കാറുണ്ട്, ഐ സെൽ. ഞാൻ തുറക്കാറുണ്ട്, ഐ ഓപ്പൺ. ഞാൻ അടയ്ക്കാറുണ്ട്, ഐ ക്ലോസ്. ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് പറയേണ്ട കാര്യം ഉണ്ടെങ്കിലും ഐ എന്നുള്ള വാക്കിനോടൊപ്പം ഇതൊക്കെ ചേർത്താൽ മതി. ആശയം കറക്റ്റ് ആയിരിക്കും.